Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിബൊനാച്ചി സീരീസ് എങ്ങനെയാണ് റിക്കർഷൻ യൂസ് ചെയ്ത് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഫിബൊനാച്ചി സീരീസ് റിക്കർഷൻ യൂസ് ചെയ്യാതെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ആണ് മുകളിൽ ഐ ബട്ടണിൽ കാണുന്നത്. അപ്പോൾ റിക്കർഷൻ യൂസ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫിബൊനാച്ചി സീരീസ് എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാം. ഈ കാണുന്ന സീരീസ് ആണ് ഫിബൊനാച്ചി സീരീസ് അല്ലെ ഫിബൊനാച്ചി നമ്പർ എന്ന് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് നമ്പറിന്റെ സം ആയിരിക്കും തൊട്ടടുത്ത നമ്പർ. അങ്ങനെയാണ്. ഇപ്പൊ ആദ്യം 1ഉം 1ഉം. അപ്പൊ 1ഉം 1ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 2. നെക്സ്റ്റ് അടുത്ത രണ്ട് നമ്പർ 2ന്റെയും 1ന്റെയും സം 3. അടുത്ത 2ന്റെയും 3യുടെയും സം 5. 3യുടെയും 5ന്റെയും സം 8. 5 + 8 13. ഇങ്ങനെയാണ് ഈ സീരീസ് പോകുന്നത്. അടുത്തടുത്ത നമ്പറിന്റെ തൊട്ടടുത്തടുത്ത രണ്ട് നമ്പറിന്റെ സം ആണ് നെക്സ്റ്റ് വരുന്ന നമ്പർ. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഫിബൊനാച്ചി സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് റിക്കർഷൻ യൂസ് ചെയ്ത് എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. വേണ്ടിയിട്ട് പുതിയൊരു ജാവ പ്രൊജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. അതറിൽ പോയിട്ട് ജാവ പ്രൊജക്റ്റ് കൊടുക്കുക. ഫിബോ റിക്കർഷൻ എന്ന് കൊടുക്കാം. ഫിനിഷ് കൊടുക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. റിക്കർസീവ് ഫിബൊനാച്ചി എന്ന് കൊടുക്കാം. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ കൊടുക്കാം. അപ്പോൾ ദാ ഞാനിപ്പോൾ റിക്കർസീവ് ഫിബൊനാച്ചി എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിബൊനാച്ചി സീരീസ് എന്താണെന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ഫിബൊനാച്ചി സീരീസ് റിക്കർഷൻ യൂസ് ചെയ്ത് ചെയ്യാൻ പോവാണ്. അപ്പോൾ റിക്കർഷൻ എന്താണെന്ന് വെച്ചാൽ അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ല. ഒരു മെത്തേഡ് ആ മെത്തേഡിനെ തന്നെ, അതായത് ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കോൾ ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ റിക്കർഷൻ എന്ന് പറയുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്ന മെത്തേഡുകളെ അല്ലെ ഫംഗ്ഷനുകളെ നമ്മൾ റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ എന്താ ഇവിടെ റിക്കർസീവ് ഫിബൊനാച്ചി എന്ന് പറഞ്ഞൊരു ക്ലാസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്, ആദ്യത്തെ രണ്ട് നമ്പർ എപ്പോഴും പറഞ്ഞു കൊടുക്കണം അല്ലേ? ആദ്യത്തെ രണ്ടെണ്ണം പറഞ്ഞു കൊടുത്താലല്ലേ അടുത്ത സീരീസിൽ എന്ത് വരും എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ആദ്യത്തെ രണ്ട് നമ്പർ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇൻറ്റ് n1. ആദ്യത്തെ നമ്പർ എൻ്റെ n1. ഓക്കെ. ഇനി രണ്ടാമത്തെ നമ്പർ എൻ്റെ n2. ഇനി ഇതിന്റെ സമ്മ് സ്റ്റോർ ചെയ്യാൻ, ഒരു ഓട്ടം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് n3 എന്ന് പറഞ്ഞൊരു നമ്പർ ഞാൻ വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്യാണ്. എന്നിട്ട് n3 ഞാൻ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തു. ഓക്കെ. അപ്പൊ ആദ്യത്തെ രണ്ട് നമ്പർ മേടിക്കാനാണ് n1 n2. പിന്നെ ഇതിന്റെ സം വാങ്ങാൻ വേണ്ടിയിട്ട് n3 എന്ന് പറഞ്ഞൊരു വേരിയബിളും കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യത്തെ രണ്ട് നമ്പർ തുടങ്ങുന്ന ഏതാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം, എന്നാലല്ലേ റിക്കർഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ ആദ്യത്തെ നമ്പർ ഞാൻ സപ്പോസ് 0 എന്നാണ് എനിക്ക് വേണ്ടത്. വേണേൽ നിങ്ങൾക്ക് 1 കൊടുക്കാം. മനസ്സിലായോ? ഇനി n2 എന്ന് പറയുന്നത് 1 കൊടുക്കാം. അപ്പൊ എന്റെ n1 0, n2 1. അപ്പൊ അടുത്ത നമ്പർ ഈ n3 എന്ന് പറയുന്നത് എത്ര വരും? 0 + 1 1. മനസ്സിലായോ? എനിക്കിവിടെ വേണേ n1 1 കൊടുക്കാം. അപ്പൊ ഇതിന്റെ ആദ്യത്തെ സം 1 + 1 2 എന്ന് വരും. മനസ്സിലായോ? അപ്പൊ ഈ ഫിബൊനാച്ചിയിൽ 1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ 1 + 1 വന്നപ്പോൾ 2 വന്നു. ഇവിടെ ഇപ്പൊ 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ 0 + 1 എന്ന് പറയുമ്പോൾ അടുത്ത നമ്പറും 1 അങ്ങനെ ആയിരിക്കും വരിക. അപ്പൊ ഞാൻ എൻ്റെ അത് 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ n1 1 എന്ന് കൊടുക്കാം. ഓക്കെ. ഇനിയിപ്പോ നിങ്ങൾക്ക് എത്ര ഫിബൊനാച്ചി നമ്പറാണ് പ്രിന്റ് ചെയ്യേണ്ടത്? ഇതിപ്പോ കണ്ടോ, ഇതിപ്പോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവാണ്. അപ്പൊ ആദ്യത്തെ നിങ്ങൾക്ക് ഒരു 10 എണ്ണം വേണം, 20 എണ്ണം വേണം, അങ്ങനെ എത്ര എണ്ണം പ്രിന്റ് ആവണം എന്നുള്ളതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു വേരിയബിൾ മേടിക്കാണ്, കൗണ്ട് എന്നുള്ളത്. ഓക്കെ. അപ്പൊ ഞാൻ മുമ്പത്തേനകത്ത് കൗണ്ട് ജസ്റ്റ് ഡിക്ലെയർ ചെയ്ത് ഒരു നമ്പർ അങ്ങ് പാസ് ചെയ്ത് കൊടുക്കായിരുന്നു. അപ്പൊ ഇതിനകത്ത് നമുക്ക് യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം എനിക്ക് എത്ര നമ്പർ വരെ വേണം. അപ്പോൾ എന്റർ കൗണ്ട് എന്ന് കൊടുക്കാം. ഇനി ഈ കൗണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? സ്കാനർ ക്ലാസ് എഴുതണം അല്ലെ? സ്കാനർ സ്കാൻ = ന്യൂ സ്കാനർ system.in എന്ന് കൊടുത്തു. ഇനി നമ്മുടെ കൗണ്ട് എപ്പോഴും ഒരു ഇൻറ്റിജർ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇൻറ്റ് കൗണ്ട് = scan.next എന്ന് കൊടുത്തു. ഇപ്പം നമ്മൾ കൗണ്ട് വാങ്ങിച്ചു. ഇപ്പം നമ്മളിപ്പോൾ ആദ്യത്തെ 10 എണ്ണം വേണേൽ 10 എന്ന് കൊടുക്കുക, 20 എണ്ണം വേണേൽ 20 എന്ന് കൊടുക്കുക. ഓക്കെ. അപ്പൊ എന്റെ കൗണ്ട് വേരിയബിളിനകത്ത് കൗണ്ട് ഉണ്ട്. ഇനിയിപ്പോ എന്താണ്, ആദ്യത്തെ രണ്ട് നമ്പർ ഞാൻ ഓൾറെഡി ഇനിഷ്യലൈസ് ചെയ്ത് ഇവിടെ പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനി ഞാൻ പോയി പ്രിന്റ് ചെയ്യേണ്ട. മനസ്സിലായോ? ആദ്യത്തെ രണ്ട് നമ്പർ അതുപോലെ തന്നെ അപ്പൊ നമ്മൾ പ്രിന്റ് ചെയ്യാണ്. അപ്പോൾ സിസ്ഔട്ടിനകത്ത് ഞാൻ n1 പ്ലസ് ഒരു സ്പേസ് കൊടുക്കുക. ഒരു സ്പേസ് ഇട്ടിട്ട് ഇപ്പൊ എനിക്ക് ഒറ്റ ലൈനിൽ പ്രിന്റ് ചെയ്താൽ മതി, അടുത്ത ലൈൻ താഴോട്ട് വേണ്ട, ഒറ്റ ലൈനിൽ പ്രിന്റ് ചെയ്താൽ മതി. അതുകൊണ്ട് ഞാൻ n1 ഇട്ടിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് n2 പ്രിന്റ് ചെയ്യാൻ. ഇപ്പൊ ഇത് എറർ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ n1 n2 സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ജസ്റ്റ് സ്റ്റാറ്റിക് ആയിട്ട് അത് ഡിക്ലെയർ ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ആദ്യത്തെ രണ്ട് നമ്പർ ഇപ്പൊ എന്റെ 0ഉം 1ഉം പ്രിന്റ് ആയി. അപ്പോൾ എൻ്റെ ഫിബൊനാച്ചി സീരീസ് പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വേറൊരു ഫംഗ്ഷൻ കൊടുക്കുകയാണ്, പ്രിന്റ് ഫിബോ എന്നൊരു ഫംഗ്ഷൻ കൊടുക്കുകയാണ്.
എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ ഈ കൗണ്ട് പാസ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഞാനൊരു ഫംഗ്ഷൻ എഴുതി പ്രിന്റ് ഫിബോ. അപ്പം ഞാൻ ഈ ഫംഗ്ഷൻ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എറർ വരുന്നത്. അപ്പം ഇവിടെ ക്ലിക്ക് ചെയ്ത് ആ മെത്തേഡ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആവും. ഞാനിപ്പോൾ ഇതിൻ്റെ പ്രൈവറ്റ് മാറ്റി കൊടുക്കുകയാണ്. പ്രൈവറ്റ് ആയിട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ പ്രിന്റ് ഫിബോയ്ക്കകത്ത് ഞാൻ കൗണ്ട് എന്ന് പാസ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇവിടെ ആണെങ്കിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അതായത് നമ്മൾ ഈ ഫംഗ്ഷനകത്തോട്ട് കൗണ്ട് പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പൊ സപ്പോസ് നമ്മൾ യൂസറുടെ കയ്യിൽ നിന്ന് 10 വാങ്ങിക്കാന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഈ 10 എന്നുള്ള വേരിയബിൾ ആയിരിക്കും ഈ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുന്നത്. ശരിക്കും ഇനി എനിക്ക് 10 എണ്ണം പ്രിന്റ് ചെയ്യേണ്ട. ആദ്യത്തെ 2 എണ്ണം ഞാൻ ഓൾറെഡി പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു, ശരിയല്ലേ? ഇനി ബാലൻസ് എനിക്ക് 8 എണ്ണം പ്രിന്റ് ചെയ്താൽ മതി. അപ്പൊ 2 എണ്ണം ഓൾറെഡി പ്രിന്റ് ചെയ്തില്ലേ? അപ്പൊ കൗണ്ട് -2. മനസ്സിലായോ? ബാലൻസ് നമ്മൾ എത്ര പാസ് ചെയ്താലും ആദ്യത്തെ 2 എണ്ണം ഒഴിവാക്കിയിട്ടുള്ള നമുക്ക് പ്രിന്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഈ ഫംഗ്ഷനിൽ വന്നിട്ടാണ് എഴുതുന്നത്. ഇതിപ്പോ ഒരു സാധാരണ ഫംഗ്ഷനാണ് പ്രിന്റ് ഫിബോ എന്നുള്ളത്. ഇത് റിക്കർസീവ് ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ ആക്കാന്ന് പറയാം. അപ്പൊ നമ്മൾ സാധാരണ മുമ്പത്തെ വീഡിയോയിൽ ചെയ്ത പോലെ ഓപ്പറേഷൻസ് എല്ലാം ഇതിനകത്ത് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ ഫംഗ്ഷനിൽ നിന്നുകൊണ്ട് ഈ ഫംഗ്ഷനെ വിളിക്കണം. അത്രേ ഉള്ളൂ വ്യത്യാസം. ഇപ്പൊ ഇതായി പ്രിന്റ് ഫിബോയ്ക്കകത്ത് കൗണ്ട് എന്ന് പറഞ്ഞ പാരാമീറ്റർ വന്നല്ലോ. അപ്പൊ നമുക്കിത് ഇവിടെ പറഞ്ഞു കൊടുക്കാം. ഇഫ് കൗണ്ട് ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ, കൗണ്ട് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എൻട്രി എന്ന് പറഞ്ഞ വേരിയബിളിനകത്തോട്ട് n1 പ്ലസ് n2 ചെയ്യാം. അതായത് ആദ്യത്തെ 2 നമ്പർ കൂട്ടിയിട്ട് എൻട്രിക്കകത്തോട്ട് സ്റ്റോർ ചെയ്യാം. ഇപ്പൊ എൻട്രിയുടെ അവിടെ എറർ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ അത് സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടാണ്. അപ്പൊ അതങ്ങനെ കൊടുക്കുക. അപ്പൊ ഇപ്പോൾ ആദ്യത്തെ 2 നമ്പർ 0ഉം 1ഉം കൂട്ടിയിട്ടുള്ള നമ്പർ എത്രയാണ്? 1 എന്നുള്ളത് ഈ എൻട്രിക്കകത്ത് സ്റ്റോർ ആയല്ലോ. ഇനി നമ്മൾ ആ എൻട്രി പ്രിന്റ് ചെയ്യിക്കുക. അപ്പൊ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ എല്ലാം ഞാൻ മാറ്റാണ്. എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നെക്സ്റ്റ് ലൈൻ ആവുന്നേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഒറ്റ ലൈനിൽ തന്നെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടെ ഞാൻ സ്പേസ് കൊടുക്കുകയാണ്. അതായത് ഇപ്പൊ 1 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് വേണമല്ലോ അടുത്ത നമ്പർ പ്രിന്റ് ചെയ്യാൻ. അല്ലെ 0 1ന്റെ കൂടെ അടുത്ത 1 കൂടെ വരുമ്പോൾ 11 ആയിപ്പോ. മനസ്സിലായോ? എന്നിട്ട് ഇവിടെ എൻട്രി പ്രിന്റ് ചെയ്തു. ഇപ്പൊ നമുക്കിത് പ്രിന്റ് ചെയ്യിക്കുമ്പോൾ കിട്ടുന്നത് 0 പ്രിന്റായി 1. അത് 2 ഓൾറെഡി പ്രിന്റ് ചെയ്തിട്ടുണ്ടല്ലോ. എന്നിട്ട് ഈ എൻട്രി പ്രിന്റ് ചെയ്യുമ്പോൾ 0 + 1 1 എന്നുള്ളത് പ്രിന്റ് ആവും. മനസ്സിലായോ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ 3 നമ്പർ കിട്ടി. ഇനി അടുത്ത ഈ 2 1 തമ്മിലല്ലേ കൂട്ടി കൊടുക്കേണ്ടത്. അപ്പൊ n1 എന്ന് പറയുന്നത് ഈ 1ഉം n2 എന്ന് പറയുന്നത് ഈ രണ്ടാമത് കിടക്കുന്ന 1ഉമായിട്ട് നമ്മൾ മാറ്റി കൊടുക്കണ്ടേ? ഇല്ല, എപ്പോഴും 0 1 0 1 അല്ലേ ആഡ് ചെയ്തുകൊണ്ടിരിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ n1ന്റെ n2ന്റെ വാല്യൂ മാറ്റി കൊടുക്കാനായിട്ട് n1 = n2 n2 = n3 എന്ന് കൊടുക്കുക. മനസ്സിലായോ? അതായത് n2 എന്ന് പറയുന്നത് ഇതല്ലേ, ഇത് നമ്മുടെ n1 ആക്കി കൊടുക്കണം. പിന്നെ ഇത് n3 അല്ലേ, ഇത് നമ്മുടെ n2 ആയി കൊടുക്കണം. അപ്പൊ ഇപ്പൊ ഇത് n1 ആയി, ഇത് n2 ആയി. ഇപ്പൊ ഈ പ്രിന്റ് ഫിബോ എന്ന് പറയുന്നത് ഒരു നോർമൽ ഫംഗ്ഷൻ ആണ്, ശരിയല്ലേ? നോർമൽ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് കോൾ ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷനകത്തോട്ട് വന്നിട്ട് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, എന്തെങ്കിലും പ്രിന്റ് ചെയ്യണമെങ്കിൽ പ്രിന്റ് ചെയ്യും. ഇനി ഈ ഫംഗ്ഷൻ നമുക്കൊരു റിക്കർസീവ് ഫംഗ്ഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണോ ഫംഗ്ഷൻ കോൾ എഴുതുന്നത് അതുപോലെ ഈ ഫംഗ്ഷനകത്ത് വന്നിട്ട് എഴുതിയാൽ മതി. സോറി, ഇവിടെ അല്ല, താഴെയാണ്. പ്രിന്റ് ഫിബോ എന്ന് കൊടുത്താൽ മതി. പ്രിന്റ് ഫിബോയ്ക്കകത്ത് നമ്മൾ കൗണ്ട് എന്നല്ല കൊടുക്കേണ്ടത്. കാരണം എത്രയാണ്? ഇപ്പൊ ഇവിടെ നമ്മൾ കൗണ്ട് വന്നു. അപ്പൊ ആദ്യം നമ്മൾ കൗണ്ട് എത്രയാണ് വാങ്ങിയത്? 10 അല്ലേ വാങ്ങിയത്? 10 വാങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി 2 എണ്ണം പ്രിന്റ് ആയി, അതുകൊണ്ട് ഇനി 8 എണ്ണം പ്രിന്റ് ചെയ്താൽ മതി. അതുകൊണ്ട് നമ്മൾ കൗണ്ട് -2 എന്ന് ഇവിടെ പറഞ്ഞു കൊടുത്തു. അപ്പൊ കൗണ്ട് -2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 ആണ് നമ്മൾ വാങ്ങിയെങ്കിൽ ഇവിടെ 8 എന്ന് വരും അല്ലേ? ശരിയല്ലേ? 8 എന്നുള്ള വാല്യൂ പാസ് ആവും. അപ്പൊ ഇതിനകത്ത് വരുമ്പോൾ അതിന്റെ വാല്യൂ 8 എന്നാണ്, ശരിയല്ലേ? ഇനി ഈ പ്രിന്റ് ഫിബോ ഓഫ് കൗണ്ട് എന്ന് വിളിക്കുമ്പോൾ വീണ്ടും 8 എന്നല്ലേ പാസ് ചെയ്യുന്നത്. കാരണം അതിനെ ഇൻക്രിമെന്റ് ചെയ്യോ ഡിക്രിമെന്റ് ചെയ്യോ ഒന്നും ചെയ്യുന്നില്ല. വീണ്ടും 8 എണ്ണം പ്രിന്റ് ആവും. മനസ്സിലായോ? അപ്പൊ നമുക്ക് 8 അല്ല, കുറഞ്ഞ് ഓരോന്ന് പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ കുറഞ്ഞു വരണ്ടേ? അപ്പൊ ഇവിടെ നമ്മൾ റിക്കർസീവ് ആയിട്ട് വിളിക്കുമ്പോൾ ജസ്റ്റ് കൗണ്ട് -1 എന്ന് കൊടുക്കുക. അപ്പൊ ഇത് ഓരോ തവണ പ്രിന്റ് ആയി കഴിയുമ്പോഴും ഓരോ വാല്യൂ പ്രിന്റ് ചെയ്ത് കഴിയുമ്പോഴും കൗണ്ട് ഇങ്ങനെ ഡിക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ 0യേക്കാളും ഗ്രേറ്റർ, അതായത് 1 വരെ ഇത് എക്സിക്യൂട്ട് ചെയ്യും. 0 ആകുമ്പോഴത്തേക്ക് ഇത് സ്റ്റോപ്പ് ആവും. പിടിയിട്ടല്ലോ? ഇതിപ്പോ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. ഇപ്പൊ സപ്പോസ് നമ്മൾ കൗണ്ട് നമ്മൾ മേടിക്കുകയാണ്, 10 തന്നെ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ കൗണ്ടിനകത്ത് 10 എന്നുള്ള വാല്യൂ ഉണ്ട്. ആദ്യത്തെ 2 നമ്പർ നമ്മൾ അതുപോലെ പ്രിന്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇപ്പൊ 0 1 കൊടുത്തു കഴിഞ്ഞാൽ 0 1 പ്രിന്റ് ആയി. ഓക്കെ, എന്നിട്ട് നമ്മൾ പ്രിന്റ് ഫിബോ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനെ വിളിക്കുകയാണ്. അപ്പൊ ഓൾറെഡി ഞാൻ 2 എണ്ണം പ്രിന്റ് ചെയ്തുകൊണ്ട് അവിടെ കൗണ്ട് -2 എന്ന് കൊടുക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ കൗണ്ട് -2 എന്ന് പറയുമ്പോൾ 8 എന്നുള്ള വാല്യൂ ഇവിടെ വന്നു. എന്നിട്ട് ഇവിടെ നോക്കും 8 > 0 ആണോ നോക്കും. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 2 വാല്യൂ 0ഉം 1ഉം തമ്മിൽ ആഡ് ആയി, അത് പ്രിന്റ് ആയി 0 1 1. എന്നിട്ട് അതിന്റെ വാല്യൂസ് മാറ്റിക്കൊടുത്തു, n1ന്റെ n2ന്റെ വാല്യൂസ് മാറ്റിക്കൊടുത്തു. എന്നിട്ട് ഇവിടെ വരുമ്പോൾ ഇനി കൗണ്ടിന്റെ വാല്യൂ 8 അല്ല പാസ് ചെയ്യേണ്ടത്, 7 ആണ്. കൗണ്ടിന്റെ വാല്യൂ നമ്മൾ ഡിക്രിമെന്റ് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പൊ വീണ്ടും റിക്കർസീവ് ആയിട്ട് ഈ ഫംഗ്ഷനെ വിളിക്കുന്നിടത്ത് നമ്മൾ കൗണ്ട് -1 എന്ന് കൊടുക്കണം. ഓക്കെ,
അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. നമുക്കിത് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. ഇതാ എൻ്റർ കൗണ്ട് പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ 12 കൊടുക്കാം. ഇതാ ആദ്യത്തെ 12. ഇത് കണ്ടോ, ഇപ്പം ആദ്യത്തെ 2 പ്രിന്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഇത് നെക്സ്റ്റ് ലൈനിലാണ് ബാലൻസ് വന്നത്. അതിവിടെ LN ഞാൻ കൊടുത്തത് കൊണ്ടാണ്. ഇത് കണ്ടോ, പ്രിന്റ് LN എന്ന് കൊടുത്തു. അത് മാറ്റിയിട്ട് പ്രിന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാറി ഒറ്റ ലൈൻ ആയിക്കോളും. എൻ്റർ കൗണ്ട് നമുക്ക് 12 തന്നെ കൊടുക്കാം. ഇതാ ആദ്യത്തെ 12 നമ്പർ പ്രിന്റ് ആയിട്ടുണ്ട്. 2, 4, 6, 8, 10, 12 പിടികിട്ടിയോ? ഇനി നമുക്കിവിടെ ആദ്യത്തെ 20 പ്രിന്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് 20 എന്ന് കൊടുത്താൽ മതി. ഇതാ ആദ്യത്തെ 20 നമ്പർ പ്രിന്റ് ആയി. ഇതിപ്പോൾ ഞാൻ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ. ഇപ്പോൾ ഫിബൊനാച്ചി സീരീസ് ഇവിടെ 1ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ N1ന്റെ വാല്യൂ നിങ്ങൾ ജസ്റ്റ് ആദ്യം കൊടുത്തതുപോലെ N1ന്റെ വാല്യൂ 1 ആയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ എക്സാമ്പിൾ കാണിച്ച സീക്വൻസ് പോലെ തന്നെ വരും. 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 13 കൊടുക്കുകയാണ്. ഇതാ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 1, 1. അപ്പോൾ ഓരോ നമ്പറും അതിന് മുമ്പത്തെ 2 നമ്പറിൻ്റെ സമ്മാണ്. പിടികിട്ടിയല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഫിബൊനാച്ചി സീരീസ് റിക്കർസീവ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.